ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പനീർ ഉണ്ടാക്കിയിട്ട് ഒരു പാലക് പനീർ ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് നമുക്ക് പനീർ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ എന്താ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. 4 കവർ പാലാണ് പനീർ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്, അതായത് 2 ലിറ്റർ പാൽ. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങ ജ്യൂസ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 8-10 നാരങ്ങയുടെ ജ്യൂസ് ഞാൻ എടുക്കുന്നുണ്ട്. ഇത്രയും നമുക്ക് ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം മതി. പനീറിൻ്റെ റെസിപ്പി ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വളരെ ഷോർട്ടിൽ നമുക്ക് പറഞ്ഞു പോവുകയാണ്. ഇതാ നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. പനീർ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒരു സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കാം. അതവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് പാലക്ക് റെഡിയാക്കി എടുക്കണം. ഇതിപ്പോൾ ലുലുമാളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പാലക്കാണ്. നമുക്കിവിടെ പാലക്ക് അങ്ങനെ കിട്ടില്ല കേട്ടോ. പാലക് ചീര എന്ന് പറയില്ലേ, അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ പനീർ ഉണ്ടാക്കിയ അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഈ പാലക്ക് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് വെട്ടി തിളയ്ക്കുന്ന ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഈ പാലക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡ് മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് കുറച്ച് ഐസ് വാട്ടർ ഇപ്പുറത്ത് റെഡിയാക്കി വെക്കണം. വേണമെങ്കിൽ 2-3 ക്യൂബ് ഐസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ ഇപ്പുറത്ത് ഞാൻ വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ഈ പാലക്ക് എടുത്തിട്ട് കൊടുത്തു. 10 സെക്കൻഡിൽ കൂടുതൽ ഇടരുത്, കാരണം നമുക്ക് നല്ല കളറ് കിട്ടില്ല ഈ പാലക്കിന്. അപ്പോൾ ഇനി നമുക്ക് ഈ തണുത്ത വെള്ളത്തിൽ നിന്ന് ഇത് പിഴിഞ്ഞെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇതിൻ്റെ കൂടെ 2 പച്ചമുളക് വേണേൽ നമുക്ക് 2 വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പാലക്കിൻ്റെ കുറച്ച് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിവിടെ അങ്ങനെ അത് കിട്ടാറില്ല. അപ്പോൾ ഒരു 2-3 ഐസ് ക്യൂബിലേക്ക് ഞാനത് ആക്കുന്നുണ്ട്. ഐസ് ട്രേയുടെ ഐസ് ക്യൂബാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ചേർക്കാനായിട്ട് നല്ലതാണ്. ഇവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർക്കുമ്പോൾ ഒരു വലിയ തെറ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണമായിരുന്നു. എങ്കിൽ നമ്മുടെ ബട്ടറിൻ്റെ കളർ ഇങ്ങനെ മാറില്ലായിരുന്നു. ഇങ്ങനെ ബട്ടർ കരിഞ്ഞു പോകില്ല. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓയിൽ ഒഴിച്ചതിന് ശേഷം മാത്രം ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു. പിന്നെ ചെറുതായി അരിഞ്ഞ് ഒരു സവോള ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയി വരണം ഈ സവോള. അതിനിടയ്ക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം വിട്ടു പോകരുത്. ഓയിൽ ഒഴിച്ചതിന് ശേഷം മാത്രം ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഇത് ഫ്രൈ ആയി വരണം. ഇതിവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ 2 വലിയ തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഈ മുളക് പൊടി മല്ലിപ്പൊടി ചേർക്കുന്ന ആ ക്ലിപ്പ് മിസ്സായിപ്പോയി. എന്നിട്ട് ഈ തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ പാലക്ക് അരച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിനി കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. അതിനുശേഷം അപ്പോൾ ഞാൻ ആ പനീർ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അല്ല, പനീർ കട്ട് ചെയ്യുന്ന ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം ഇതിൻ്റെ വീഡിയോ 2-3 നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ തക്കാളി ചേർത്ത് അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ ആ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു ആദ്യം. അതിന് ശേഷമാണ് പാലക്കരച്ച മിക്സിയിലെ ജാറിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്ത് അതിന് ശേഷമാണ് നമ്മളിപ്പോൾ പാലക്കരച്ചത് ചേർത്ത് കൊടുത്തത്. ഇതെല്ലാം അവിടെ ഫ്രൈ ആയതിന് ശേഷം മാത്രം. ഇനി ഈ പാലക്ക് നന്നായിട്ട് ഫ്രൈ ആയി വരണം. നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലതുപോലെ എല്ലാം ഫ്രൈ ആയതിന് ശേഷം 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ തന്നെ പെരുംജീരകം, പിന്നെ 1/2 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ, ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വളരെ സ്പീഡിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം, കാരണം നമുക്ക് കുറച്ച് ഗ്രേവി ആവശ്യമാണല്ലോ. ഒരു 1.5 കപ്പോളം നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വളരെ ലെങ്ത് കുറഞ്ഞ ഒരു വീഡിയോയാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഡ്രൈ മാംഗോ പൗഡറിൽ ഉപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക്
കട്ട് ചെയ്ത പനീർ ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ഞാൻ പനീർ എടുത്തിട്ടില്ല. ഞാൻ നേരത്തെ കാണിച്ചില്ല, ഡബ്ബയിൽ എടുത്ത് വെച്ച് കാണിച്ചില്ലേ, അതിൽ നിന്ന് ബാക്കി പനീർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ, നമുക്ക് അത്ര പനീർ മതി. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്നൊന്ന് വെന്ത് വരണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സൂപ്പർ കിടിലം പാലക് പനീർ റെഡി ആയിട്ടുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ കുറച്ച് പാൽപ്പാടയിൽ നിന്ന്, ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്യത്തില്ലേ, അതിൽ നിന്ന് കുറച്ച് പാൽപ്പാട എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് ഒരല്പം പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. അതുകൂടെ ഒഴിച്ചു കൊടുത്തു. താങ്ക് യു.